ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ 14-ാം തീയതി. ഇന്നു മുതൽ 14, 15, 16 3 ദിവസം നമ്മൾ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. പരിശുദ്ധ കർമ്മലനാഥയുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നുവല്ലോ, മാതാവിൻ്റെ ഒരു ചെറിയ ഒപ്പീസ് ചൊല്ലുന്നതിനെ കുറിച്ച്. ഇപ്പോൾ പരിശുദ്ധ ഉത്തരീയനാഥയോടുള്ള ഒരു ചെറിയ ഒപ്പീസ് ഇങ്ങനെയാണ്. നമുക്ക് ഇന്ന് ഇത് കേട്ട് ഒന്നുകിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒപ്പം പ്രാർത്ഥിക്കുകയോ ചെയ്യാം. പരിശുദ്ധ ഉത്തരീയനാഥയോടുള്ള ചെറിയ ഒപ്പീസ്. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവജനനി, ജന്മപാപമില്ലാതെ ജനിച്ച് സകല പുണ്യങ്ങൾക്കും നികേതനമായിരുന്ന അങ്ങേ തിരുശരീരത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ഞങ്ങൾ ശാരീരികമായ ദുശ്ശീലങ്ങൾ ത്യജിച്ച് ആത്മശുദ്ധിയോടുകൂടെ വ്യാപരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവമാതാവേ, സകല മാലാഖമാരിലും പുണ്യവാന്മാരിലും ഉപരിയായി അങ്ങേ ആത്മാവിൽ വർദ്ധിച്ച് പ്രകാശിച്ചിരിക്കുന്ന സുഹൃത പുണ്യങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് ഞങ്ങൾ പാപ അശുദ്ധതകൾ നീക്കി ദൈവേഷ്ട പ്രസാദത്താലും സുഹൃത പുണ്യങ്ങളാലും ഞങ്ങളുടെ ആത്മാക്കളെ അലങ്കരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവജനനി, സകല പുണ്യങ്ങൾക്കും മാതൃകയായിരിക്കുന്ന അങ്ങേ പരിശുദ്ധമായ സുഹൃത വ്യാപാരത്തെക്കുറിച്ച് ഞങ്ങളുടെ ദുർനടപ്പുകളാൽ വന്നിരിക്കുന്ന ഘോരമായ കടങ്ങൾ നീക്കി കുറ്റമില്ലാതെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവജനനി, പുത്രനായ ദൈവത്തിൻ്റെ മാതാവെന്ന അങ്ങേ മഹത്വമേറിയ സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങളുടെ അന്തസ്സിനും സ്ഥാനത്തിനുമുള്ള ചുമതലകളെയും കടമകളെയും കുറവ് കൂടാതെ തികയ്ക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവമാതാവേ, ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്താൽ അത്ഭുതകരമായി അങ്ങ് പ്രാപിച്ച ഭാഗ്യമരണത്തെക്കുറിച്ച് ഞങ്ങളുടെ മരണസമയത്ത് നല്ല കുമ്പസാരം കൊണ്ട് പാപങ്ങളൊക്കെയും നീക്കി ദൈവേഷ്ട പ്രസാദത്തിൽ അലങ്കരിക്കപ്പെട്ട് ഭാഗ്യമരണം പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവജനനി, മരണത്തിന് ശേഷം 3-ാം നാൾ അവിടുന്ന് സമ്പൂർണ്ണ ശുദ്ധയാർന്ന ആത്മശരീരങ്ങളോടുകൂടെ മാലാഖമാരാൽ മോക്ഷത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അങ്ങേ മനോഹരമായ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് ഞങ്ങളുടെ മരണാനന്തരം ആദ്യത്തെ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് മോക്ഷം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. പരിശുദ്ധ ഉത്തരീയനാഥേ, ദൈവജനനി, സർവേശ്വരൻ അങ്ങയെ പരലോകത്തിൽ സകല മോക്ഷവാസികളെയും കാൾ ഉയർത്തി സ്വർലോക റാണിയായി മുടിധരിപ്പിച്ചതിനാൽ അങ്ങേക്ക് സിദ്ധിച്ചിരിക്കുന്ന മോക്ഷ ആനന്ദ മഹിമയെക്കുറിച്ച് ഇഹലോക സന്തോഷങ്ങൾ അന്വേഷിക്കാതെ മോക്ഷരാജ്യത്തെ എപ്പോഴും അന്വേഷിച്ചു തേടി അതിനെ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ ശനിയാഴ്ച വരത്തിൻ്റെ വാഗ്ദാനം കിട്ടണമെങ്കിൽ മാതാവിൻ്റെ ചെറിയ ഒപ്പീസ് ചെല്ലണം. അതല്ലെങ്കിൽ നമുക്ക് വെന്തിങ്ങ നൽകുന്ന വൈദികനിൽ നിന്ന് നമ്മളെ ഉത്തരീയ സഖ്യത്തിൽ ചേർത്ത് നമുക്ക് ഉത്തരീയം നൽകിയിട്ടുള്ള വൈദികനിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമോ അല്ലെങ്കിൽ 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമോ ചൊല്ലി ഇതിന് പകരമായി കാഴ്ചവെച്ചാൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും വാഗ്ദാനപ്രകാരം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും.
അത് ഒരു വൈദികനിൽ നിന്ന് നമ്മൾ അനുവാദം ചോദിച്ച് വാങ്ങണം. ഈ ദിവസങ്ങളിൽ ചൊല്ലാനുള്ള അടുത്ത പ്രാർത്ഥനയാണ് കർമ്മല മാതാവിനോടുള്ള വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ ജപം. മഹാപരിശുദ്ധ കന്യകയെ, കർമ്മല സഭയുടെ അലങ്കാരമേ, ഒരിക്കലും വാടാതെ വിടർന്നു ശോഭിക്കുന്ന കന്യകാ പുഷ്പമേ, ആകാശമോക്ഷത്തിൻ്റെ ശോഭയുള്ള ദിവ്യ അലങ്കാരമേ, മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധ കന്യകാ ജനനി, പരിശുദ്ധ സ്നേഹത്തിൻ്റെ മാതാവേ, കരുണയും സൗമ്യതയും കൊണ്ട് പരിപൂർണയായ അമ്മേ, സകല മാതാക്കളെയുംക്കാൾ വണക്കത്തിന് യോഗ്യയായ മാതാവേ, കർമ്മല സഭക്കാരായ അങ്ങേ പ്രിയപ്പെട്ട മക്കളുടെ മേലും അങ്ങേ തിരുവുത്തിരിയം ധരിക്കുവാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങ് എപ്പോഴും കൃപയുള്ളവളായിരിക്കണമേ. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവിനോടുള്ള വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ ജപമാണിത്. ഈ 3 ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഈ ഒപ്പീസും വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ ജപവും ചൊല്ലി കാഴ്ചവെക്കാം. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.